ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനെ ബേസ് ചെയ്തിട്ട് വരുന്ന മാത്തമാറ്റിക്സിലെ പോർഷൻസ് ആണ് അല്ലേ. നമ്മൾ ബേസിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്പേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ, വർഗീകരണം ചെയ്തു സംഖ്യകളുടെ, അതിനെക്കുറിച്ച് പഠിച്ചു. പിന്നെ LCMഉം HCFഉം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി വരുന്ന ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ LCMഉം HCFഉം ലസാഗുവും ഉസാഖയും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഇത് നോക്കുക. സോ ഭിന്നസംഖ്യകളുടെ ലസാഗു, അതായത് ഫ്രാക്ഷൻസിന്റെ LCM ഓഫ് ഫ്രാക്ഷൻ ആണ് കേട്ടോ. ഭിന്നസംഖ്യകളുടെ ലസാഗു എന്ന് പറഞ്ഞാൽ LCM ഓഫ് ഫ്രാക്ഷൻ ആണ്. LCM ഓഫ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു അംശങ്ങളുടെ ലസാഗു ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ ഉസാഖ. ഓക്കെ, LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ കേട്ടോ. ഡിനോമിനേറ്റർ അപ്പൊ നിങ്ങൾക്ക് മലയാളത്തിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. LCM എന്ന് പറഞ്ഞാൽ ലസാഗു ആണെന്നും അംശങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ആണെന്നും ഛേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ആണെന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഉസാഖ മീൻസ് HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ ഭിന്നസംഖ്യ ഫ്രാക്ഷൻസ് എടുത്താൽ അതിന്റെ ലസാഗു LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? LCM ഓഫ് ഫ്രാക്ഷൻസ്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതുന്ന LCM ഓഫ് A/B, C/D ആണെങ്കിൽ, LCM ഓഫ് A/B, C/D ആണെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ എന്തായിരിക്കും? LCM ഓഫ് ന്യൂമറേറ്ററിന്റെ അതായത് അംശങ്ങളുടെ ലസാഗു A,C, എയും സിയും ആണ് ഇവിടുത്തെ അംശങ്ങൾ അല്ലെ, അതിന്റെ ലസാഗു ഡിവൈഡഡ് ബൈ HCF, ഉസാഖ ഓഫ് HCF ഓഫ് B, D, ഡിനോമിനേറ്റർ ഛേദങ്ങളുടെ ഉസാഖ HCF. ഇനി ഭിന്നസംഖ്യകളുടെ ഉസാഖ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, HCF ഓഫ് A/B, C/D ആണെങ്കിലോ, HCF ഓഫ് ദിസ് ആണെങ്കിലോ, അപ്പൊ അവിടെ ന്യൂമറേറ്ററിൽ എന്താ വരേണ്ടത്? HCF ഓഫ് ദ ന്യൂമറേറ്റർ A,C യുടെ HCF ഡിവൈഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ B, D. അപ്പോ LCM ഓഫ് ഫ്രാക്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ LCM ഓഫ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിൽ HCF ഓഫ് ഡിനോമിനേറ്റർ കേട്ടോ. ഛേദങ്ങളുടെ ഉസാഖയും അംശത്തില് എന്താണ്, അംശങ്ങളുടെ ലസാഗുവും ഛേദങ്ങളുടെ ഉസാഖയാണ് എന്താണ് ലസാഗു കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ. ഇനി ഉസാഖ കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ, HCF കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ, അംശത്തില് HCF ഉസാഖ ആയിരിക്കണം, ഏതിന്റെ? അംശങ്ങളുടെ ഉസാഖയും. ഛേദങ്ങളുടെ ലസാഗു LCM ആയിരിക്കണം കേട്ടോ. അതാണ് വരേണ്ടത്. സോ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ എങ്ങനെയാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. LCM ആണെങ്കിൽ ന്യൂമറേറ്റർ LCM ആയിരിക്കും, HCF ആണെങ്കിൽ ന്യൂമറേറ്ററിൽ HCF ആയിരിക്കും. അത് ന്യൂമറേറ്റേഴ്സിന്റെ ആയിരിക്കും. പിന്നെ താഴെ വരുന്നത് നേരെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ. LCM ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ HCF വരും, HCF കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ LCM വരും കേട്ടോ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഇതറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 4/5, 3/7. ഇതാണ് രണ്ട് ഫ്രാക്ഷൻസ്, 4/5, 3/7. നമുക്കിതിന്റെ HCFഉം LCMഉം കണ്ടുപിടിച്ചാലോ. HCF എങ്ങനെ കണ്ടുപിടിക്കും? HCF ഓഫ് ദിസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? HCF ഓഫ് ന്യൂമറേറ്റർ, അതായത് ഇതിന്റെ ഉസാഖ എന്ന് പറയുന്നത് എന്തായിരിക്കും? അംശങ്ങളുടെ ഉസാഖ. അംശങ്ങൾ ഏതാണ്? 4ഉം 3ഉം. HCF ഡിവൈഡ് ബൈ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള LCM ആണ് എടുക്കേണ്ടത്. LCM ഓഫ് ഡിനോമിനേറ്റർ 5,7 ആണ് ഡിനോമിനേറ്റർ വരിക. സോ ഇവിടെ HCF എന്ത് വരും? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇല്ല, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താ? ഇത് നോക്കിയാൽ 4ഉം 3ഉം HCF എന്തേ ഉള്ളൂ? 1 ഉള്ളൂ അല്ലെ. 4ഉം 3ഉം കോമൺ ആയിട്ട് 1 വരുള്ളൂ. 5ന്റെ 7ന്റെ LCM എന്ന് പറഞ്ഞാൽ 5ഉം 7ഉം പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ LCM എന്ന് പറയുന്നത് ഇതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. 5ന്റെയും 7ന്റെയും കൂടെ മൾട്ടിപ്ലൈ ആയിട്ടുള്ള 35 ആയിരിക്കും ഇതിന്റെ LCM. സോ HCF എന്താണ്? 1/35 ആണ് HCF എന്ന് പറഞ്ഞു വരിക. Now what is LCM? That is LCM of 4,3 divided by HCF of 5,7. ന്യൂമറേറ്ററിന്റെ LCM ഉം ഡിനോമിനേറ്ററിന്റെ HCF, അതാണ് LCM കിട്ടുക. സോ LCM 4,3യുടെ LCM എന്താണ്? ദാറ്റ് ഇസ് 12 അല്ലെ, 12 തന്നെയാണ്. കാരണം 4ഉം 3ഉം കോമൺ ആയിട്ട് നമുക്ക് വേറെ ഒന്നും എടുക്കാനില്ല. സോ 4 × 3 12 ആണ് വരിക. 5ന്റെ 7ന്റെ LCM എന്താണ്? രണ്ടും പ്രൈം നമ്പർ ആയതുകൊണ്ട്
HCF എന്തേ വരുള്ളൂ 1 വരുള്ളൂ കേട്ടോ. സോ 12 ആണെന്ത് ഇതിന്റെ LCM എന്ന് പറഞ്ഞു തരാം. 12 ആണ് ഇതിന്റെ LCM. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത 3 നമ്പേഴ്സ് ഉണ്ട്. 3 നമ്പേഴ്സ് എന്നാൽ എത്ര നമ്പർ എന്നാലും ഇതേ സംഭവം തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ HCF കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? HCF ഈക്വൽ ടു HCF ഓഫ് ന്യൂമറേറ്റർ 2, 6, 8 ഇനി ഡിവൈഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ 5, 25, 35. അപ്പൊ ഇതിൽ നോക്കിയാൽ തന്നെ അറിയുന്നതാണ് ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാ? 3നും കൂടെ 2 ആയിരിക്കും വരിക കേട്ടോ. 2 ആയിരിക്കും ഇതിൽ 3നും കൂടെയുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടർ. താഴെ ഇതിന്റെ LCM എന്തായിരിക്കും വരിക? LCM. സോ LCM വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. നമുക്ക് അല്ലാതെ തന്നെ കണ്ടുപിടിച്ച് നമുക്ക് നോക്കിയത് 175 ആയിരിക്കും ഇതിന്റെ LCM വരിക. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കാം 5, 25, 35. അപ്പൊ ഇതില് 5 കോമൺ ആയിട്ട് 5 വരുന്നുണ്ട്. സോ 5 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1, 25, 5, 37, സോറി 35 7 ടൈംസ്. ഇനി ഇതിനെ മൾട്ടിപ്ലൈ നോക്കൂ. 5 into 1 5, 5 into 5 എന്ത് വരുന്നുണ്ട്? 25, 25 into 7, 25 into 4 100 ആണ്. 25 into 7 എന്ന് പറയുമ്പോൾ ബാക്കി 3 ടൈംസ് 25 75 ആണ്. 175 175. ഇതാണ് ഇവിടുത്തെ HCF. ഇനി LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? LCM ഓഫ് ന്യൂമറേറ്റേഴ്സ് 2, 6, 8 ഡിവൈഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ എന്താണ്? 5, 25, 35. നോക്കൂ, ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് HCF നമുക്ക് ഓൾറെഡി ഉണ്ട്. എന്താണ്? ദാറ്റ് ഇസ് 5 ആണ് നമ്മുടെ HCF വരിക. ഇനി LCM എന്താണ്? 2, 6, 8 അതിന്റെ LCM നമുക്കറിയാം. ഒന്നിൽ വലിയ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ വലുതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ 8 ഡിവൈഡ് ബൈ 6 കംപ്ലീറ്റ്ലി നമുക്ക് ഡിവിസിബിൾ അല്ല. സോ എന്ത് വരും? നമുക്ക് 8ന്റെ അടുത്ത മൾട്ടിപ്പിൾ നോക്കാം. 16 എന്തിന്റെ മൾട്ടിപ്പിൾ അല്ല? 6ന്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്ത് 24 8ന്റെ മൾട്ടിപ്പിൾ എന്തായിരിക്കും? 24 ആയിരിക്കും. 24 6ന്റെ മൾട്ടിപ്പിൾ ആണ്, 2ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഡൗട്ട് ഉള്ളവർക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇതിൽ കോമൺ ആയിട്ട് 2 എടുക്കുക. 2 എടുത്തിട്ട് 2ൽ 1 ടൈംസ്, 6ൽ 3 ടൈംസ്, 8ൽ 4 ടൈംസ്. പിന്നെ പോകാനൊന്നുമില്ല അല്ലെ? ഇതിലൊന്നും പോകാനില്ല. ഇത് തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 1 2, 2 into 3 എന്ത് വരും? 6, 6 into 4 ദാറ്റ് ഈസ് 24. 24 ആയിരിക്കും ആൻസർ, നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ LCMഉം HCF ഒക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നേരത്തെ എന്താണ് ചെയ്തത് അതുപോലെ തന്നെയാണ് വരിക. സോ അടുത്ത മൂന്നാമത്തെ നോക്കിയാൽ നമുക്ക് ഇതിന്റെ LCM കണ്ടുപിടിച്ചാലോ? HCF വേണ്ട, അത് കടന്നോട്ടെ. LCM കണ്ടുപിടിച്ചാലോ? LCM എന്ന് പറയുന്നത് LCM ഓഫ് ന്യൂമറേറ്റർ അല്ലേ? ന്യൂമറേറ്റർ 5, 3, 1. അടുത്ത് HCF ഓഫ് ഡിനോമിനേറ്റർ 8, 4, 2. നോക്കൂ, LCM ഓഫ് 5, 3, 1 എന്ന് പറയുന്നത് കാണുമ്പോഴറിയാം 5ഉം 3ഉം 1 ഒക്കെ നമുക്ക് 5ഉം 3ഉം പ്രൈം നമ്പേഴ്സ് ആണ്. 1 ഒരു കോമൺ ഫാക്ടർ ആണ്. 5ഉം 3ഉം പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് അതിന്റെ LCM എന്ന് പറയുന്നത് അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. പ്രോഡക്റ്റ് എന്താ വരിക? 15 ഡിവൈഡ് ബൈ HCF നോക്കുമ്പോൾ 8, 4, 2 ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ ചെറിയ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഫാക്ടർ ആയിരിക്കും. സോ ചെറിയ നമ്പർ ഏതാ? 2. അപ്പോൾ 2 ആയിരിക്കും എന്ത്? ഇതിന്റെ ഇതെല്ലാം ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 ആയിരിക്കും ഇതിന്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. സോ 2ൽ തന്നെ എന്ത് ചെയ്യുക? എഴുതുക. 2 എഴുതുന്നു. സോ 15/2 ആണെന്ത്? ഇതിന്റെ LCM എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് HCF ഓഫ് ദിസ്? ഇതിന്റെ HCF കണ്ടുപിടിച്ചാലോ? എന്ത് വരും? നമ്മൾ HCF ആണെങ്കിൽ മുകളിൽ HCF ഓഫ് 4, 5, 6 ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? LCM വരും ഓഫ് ഡിനോമിനേറ്റർ 5, 2, 7. ഓക്കെ, അപ്പോൾ ഇതിന്റെ HCF എന്താ വരിക? HCF എന്ന് പറയുന്നത് 4, 5, 6 4, 5, 6. അപ്പോൾ ഇതില് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയാൻ എന്തേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ അല്ലെ? ഇതിൽ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇസ് 1. ദെൻ LCM ഡിനോമിനേറ്ററിന്റെ LCM നമുക്ക് എങ്ങനെ എടുക്കാം? നമുക്ക് ഇത് നോക്കിയാൽ എന്തെങ്കിലും കോമൺ ആയിട്ട് എടുക്കാനുണ്ടോ? ഒന്നും കോമൺ ആയിട്ട് എടുക്കാനില്ല. സോ കോമൺ ആയിട്ട് ഒന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് 5 into 2 10, 10 into 7 70 70. സോ 1/70 ആണ് ഇവിടുത്തെ LCM HCF എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്പർ നോക്കിയാൽ 1/4, 3/10, 2/5. നമുക്ക് ഇതിന്റെ LCM എടുത്താലോ? LCM എടുക്കുമ്പോൾ എന്ത് ഞാൻ പറഞ്ഞു? LCM ആണെങ്കിൽ LCM ഓഫ് ന്യൂമറേറ്റർ 1, 3, 2. അടുത്ത് HCF ഓഫ്
ഡിനോമിനേറ്റർ 4,10,5. അപ്പോൾ ഇതിന്റെ LCM എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാലറിയാം എന്താണ് ഇത് തമ്മിലുള്ള മൾട്ടിപ്പിൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇതിന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് എടുത്ത് നോക്കാം. ഏറ്റവും വലുത് ഏതാണ്? 3 ആണ്. അപ്പൊ 3യുടെ മൾട്ടിപ്പിൾ എടുക്കുക. എന്താണ് ഈ 3യിൽ 2 കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആയി പോകില്ല. അപ്പൊ 3യുടെ അടുത്ത മൾട്ടിപ്പിൾ 6 ആണ്. 6 നോക്കുമ്പോൾ 2ൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആയി പോകും. സോ 6 ഈസ് ദി LCM ഓഫ് ദി ന്യൂമറേറ്റർ. HCF ഓഫ് ഡിനോമിനേറ്റർ എന്താണ്? ഇതിൽ കോമൺ ആയിട്ടൊന്നും ഇല്ല അല്ലേ, കോമൺ ആയിട്ടൊന്നും ഇല്ല എടുക്കാൻ. സോ എന്തായിരിക്കും? 1 ആയിരിക്കും ഇവിടുത്തെ കോമൺ. സോ LCM എന്തായിരിക്കും? 6. അപ്പൊ ഇങ്ങനെയാണ് ഫ്രാക്ഷൻസിന്റെ കേസ് വരിക. ഫ്രാക്ഷൻസിന്റെ കേസ് നമ്മൾ ഇങ്ങനെയാണ് പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഫ്രാക്ഷൻസ് എന്താണ്? ലസാഗുവാണെങ്കിൽ LCM ആണെങ്കിൽ ലസാഗുവാണെങ്കിൽ അംശങ്ങളുടെ ലസാഗു ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ ഉസാഖ. ഇനി പിന്നെ സംഖ്യകളുടെ ഉസാഖയാണെങ്കിലോ HCF ആണെങ്കിൽ ന്യൂമറേറ്ററിന്റെ ഉസാഖ, HCF ഓഫ് ന്യൂമറേറ്റർ അത് അംശം ഡിവൈഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ ഛേദങ്ങളുടെ ലസാഗു. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, നമ്മൾ ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത് ബേസിക്സ് ആണ്. ഇതിന് ബേസ് ചെയ്തതിന് ക്വസ്റ്റ്യൻസ് കോമ്പറ്റീവ് എക്സാംസിലെ ക്വസ്റ്റ്യൻസിന് വരാൻ കിടക്കുന്നേ ഉള്ളൂ. നമുക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തറവായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്, അവരെന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒറ്റ ക്ലിക്കല്ലേ ഉള്ളൂ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.